दासों के प्रति मैं मसीह को धन्यवाद देता हूँ। ഈ അവസരം ഒരുക്കിയതായ പാസ്റ്റർ തോമസിനോടുള്ള നന്ദി അറിയിക്കുന്നു. ये वचन की घोषणा के लिए ऐसी एक प्लेटफॉर्म बनाकर दिया है परमेश्वर के दास थॉमसन पास्टर के प्रति मैं परमेश्वर को धन्यवाद देता हूँ। ആം, എല്ലാവരെയും ഈ വചനശിക്ഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. हम ये सुबह ही वचन की घोषणा में आप सभी को स्वागत करता हूँ। ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ആവറേജ് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാനല്ല. मसीह हमें चाहते हैं एक साधारण तौर पर ईसाई नाम दिया गए वो व्यक्ति बनने के लिए है नहीं है। മെത്തേഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായ ജോൺ വെസ്ലി പ്രാർത്ഥിച്ചത്, കർത്താവെ അങ്ങ് എന്നെ ഒരു അസാധാരണ ക്രിസ്ത്യാനിയാക്കി മാറ്റുമാറാകണം എന്നത്രേ. मेथोडिस्ट मंडली की स्थापित जो जॉन वेस्ली की प्रार्थना यही थी। और असाधारण व्यक्ति इसकी मतलब मुझे देते हैं जो वरदान और मनुष्यों को देने से भी महत्वपूर्ण बनाकर दिया दे, ये प्रार्थना है। എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം സ്ഥിരമായി പരിചയപ്പെടുന്നതായി ജീവിക്കുന്ന സമൂഹത്തിലെ മറ്റ് ക്രിസ്ത്യാനികളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് പിന്നെ തരക്കേടില്ലാത്ത ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. हम ऐसे कल्पना करते हैं साधारण तौर पर नामधारियों ने जीते हैं, मसीह का नाम लेते हैं, जीते इसी नाई एक विश्वासी बनकर जाने वाले होते हैं। ക്രിസ്തു നമ്മിൽ ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം ആയി തീർന്നില്ല എങ്കിൽ വെറും ഒരു ശരാശരി ക്രിസ്ത്യാനിയായിട്ട് നാം ആയിത്തീരും. मसीह हमारे में चाहते हैं, जो चाहने की आधार पर हमारा जीवन सफलदायी में ना होवे तो हम साधारण व्यक्ति बन जाते हैं। ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ആവറേജ് ക്രിസ്ത്യാനികളാണ്. और बहुत सारे ईसाई के नाम दिए हुए लोग केवल नाम से ईसाई नाम दिए हुए लोग അവർ ക്രിസ്തുവിനെ കുറിച്ച് ആരോടും സാക്ഷിക്കുകയില്ല. यीशु मसीह के बारे में औरों को बताता नहीं है। ക്രിസ്തുവിന്റെ ശക്തിയും ജീവനും പ്രാപിച്ചവൻ മാത്രമേ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുകയുള്ളൂ. यीशु मसीह की शक्ति सामर्थ्य पाए हुए लोग यीशु मसीह का बारे में प्रचार देता है। അസാധാരണ ക്രൈസ്തവരായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और हमें प्रभु ने दिया असंभव संभव करने वाला मसीह की वचन घोषणा करने वाला कौन है, वो ही उनकी प्रति मैं मसीह को धन्यवाद देता हूँ। തിരുവചനത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു, അദ്ദേഹം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനെന്ന്. और बाइबल में एक प्रधान व्यक्तियों के बारे में बताता है, तीसरा स्वर्ग तक पहुंचे हुए एक व्यक्ति के बारे में। ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും അവിടെയുള്ള അത്ഭുതകരമായിട്ടുള്ളതായ കാഴ്ചകൾ കണ്ടു. അത് മാത്രമല്ല, വലിയ വെളിപ്പാടുകൾ പ്രാപിക്കുകയും ചെയ്തു. वो व्यक्ति तीसरा स्वर्ग तक पहुंचा, वहां पर अभी तक देखा नहीं है इतनी बहुमूल्य बात वहां पर सुना देखा। ये व्यक्ति का बारे में प्रेरित पौलुस यही बात बताता है। അവൻ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ അവന് വാക്കുകളിൽ വർണ്ണിക്കുവാൻ കഴിയുന്നില്ല. वो ही स्वर्ग में पहुंचा, वहां पर सुना हुआ बात हमारा मुंह से कह सकता नहीं है, इतनी बहुमूल्य शब्द है। ഭൂമിയിലെ ഒരു ഭാഷയ്ക്കും താൻ കണ്ടതായ ആ മഹത്വം അത് വർണ്ണിക്കുവാൻ കഴിയുന്നില്ല. भूमि में कोई किसी को ये वचन शब्द की अर्थ बताने के लिए हो नहीं सकता है। അതിനുവേണ്ടി ആരെങ്കിലും ആ മഹത്വം വിശദീകരിക്കുന്നതിന് വേണ്ടിയും വർണ്ണിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ അത് അന്ധനായ ഒരു വ്യക്തിയോട് സൂര്യാസ്തമനത്തിൻ്റെതായ പ്രത്യേകതകളെ കുറിച്ച് വർണ്ണിക്കുന്നത് പോലെ ഇരിക്കും. उसको बारे में वर्णन दिया देता है, वर्णन करेगा तो
अंधे व्यक्ति को बताता है सूर्य उदय अस्तमय की बारे में कहने की नमूना बन जाते हैं. ഈ സ്വർഗീയമായിട്ടുള്ളതായ വെളിപ്പാടുകൾ ലഭിച്ചതായ പൗലോസ് എന്ന് പറയുന്നതായ വ്യക്തി താൻ അഹങ്കരിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി, നിഗളിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയും തൻ്റെ ശരീരത്തിൽ ഒരു ശൂലം ദൈവം അനുവദിക്കുകയുണ്ടായി. इतने महत्व पाया हुआ प्रेरित पौलुस घमंड से, अहंकार से भरना ना, इसी कारण में उनका शरीर में एक तीर लगाया है, कारण घमंड ना बनने के लिए. മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അവൻ ഇങ്ങനെയുള്ളതായ അസാധാരണ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ നിഗളിച്ചു പോകാറുണ്ട്. मनुष्यों की एक स्वभाव है, उनको पा नहीं सकते, जो बात पाते हैं, अनुग्रह होते हैं, तब उनका मन घमंड हो जा रहा है. 2 കൊരിന്ത്യർ दूसरा कोरिन्थियों की पत्री 12-ാം അധ്യായം दूसरा कोरिन्थियों की पत्री 12वां अध्याय 7-ാം വാക്യം. 7वां पद. വെളിപ്പാടുകളുടെ ആദിത്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. वहां पर यही है, इसलिए कि मैं प्रकाशनों की बगदायत से भूल ना जाऊं, मेरा शरीर में एक कांटा चुभाया गया, अर्थात शैतान का एक दूध की मुझे धुसे मारे, ताकि मैं भूल ना जाऊं. തന്റെ ജഡത്തിൽ തന്നെ കുത്തുവാൻ തക്കവണ്ണം ഒരു ശൂലം തന്നിരിക്കുന്നു. उनका शरीर को काढ़े के चुहा गया, अर्थात शैतान का एक दूध की मुझे घूस से मारे है. അത് എന്താണ് ഈ ശൂലം എന്നുള്ളതിനെ കുറിച്ച് ദൈവമക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ये कांटे के बारे में लिखा है, इसका विभिन्न अभिप्राय മനുഷ്യോं का बीच में है. അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ളതായ എന്തോ ബലഹീനതയാണ്, എന്തോ രോഗമാണ്, അല്ലെങ്കിൽ തന്റെ ശരീരത്തില് ഒരു 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 കുനിഞ്ഞ് നിൽക്കുന്നതായ ഒരവസ്ഥ, ഒരു ഹഞ്ച്, എന്തോ അങ്ങനെയുള്ളതായ ഒരു പ്രയാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ചിലരൊക്കെ പറയും. कई लोग ऐसे बताते हैं उनका शरीर में पीड़ा है, जो झुक गया है, कोई कुछ कारण, किसी लोग ऐसे ही कहते हैं. എന്നാൽ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു സാത്താന്റെ ദൂതനെ തന്നെ എന്ന്. यहाँ पर स्पष्ट दिया गया है, अर्थात शैतान का एक दूध को दिया है. സാത്താന്റെ ദൂതൻ വരുന്നത് എന്തിനു വേണ്ടിയാണ്? തന്റെ ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ളതായ അനുഭവങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയത്. शैतान हमारा जिंदगी में आते हैं, हमें खेदित करने के लिए, दुखी बनाने के लिए आते हैं. അപ്പൊ എന്തിനു വേണ്ടി ഈ ശൂലം കർത്താവ് അനുവദിച്ചു എന്ന് ചോദിച്ചാൽ അത് താൻ നിഗളിച്ചു പോകാതിരിക്കുവാൻ അത്രേ. ये क्यों, ये शैतान की ये काढ़ा क्यों दिया है? वहां पर दिया है हम घमंडी ना बने. ഈ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് വെളിപ്പാടുകൾ കൊടുത്തു, അതോടൊപ്പം വേദനയും കൊടുത്തു. ये प्रेरित पौलुस को प्रकाशनों की बगदायत से भूल ना जाए, बगदायत वरदान दिया, अहंकार ना बनाने के लिए शैतान का दूध को भी दिया है. എന്നാൽ തിരുവചനത്തില് നാം വായിക്കുന്നു, ഭക്തിയോടുകൂടി ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന്. बाइबल में ये पाया जाता है, यीशु मसीह में जीना चाहते हैं, भयभक्ति के साथ जीना चाहते हैं, उनका जीवन में क्लेश होता ही रहता है. പൗലോസിന്റെ ജീവിതത്തിൽ നിരവധി കഷ്ടത നിറഞ്ഞതായ അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്നു. प्रेरित पौलुस की जिंदगी में अनेक प्रकार की क्लेश और दुख भोगना पड़ते हैं.
വെളിപ്പാടുകളുടേതായ അല്ലെങ്കിൽ കൃപാവരങ്ങൾ അധികമായി ജ്വലിക്കുന്നതായ ആളുകളെ നിഗളികളാക്കി തീർക്കുവാനും അതിലൂടെ അവിടെ വീഴ്ത്തുവാനും പിശാചിന് കഴിയും. वरदानों से भरे हुए पवित्र आत्मा की और वरदान पाए हुए लोगों को गिराने के लिए शैतान ने विविध प्रकार की और काम कार्य किया करता है. ദൈവമക്കളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിവർത്തിച്ചെടുക്കുന്നതിന് വേണ്ടിയും ദൈവം സാത്താനെ അനുവദിക്കാറുണ്ട്. और मसीह के लोगों को और से मसीह के लिए कुछ काम किया करने के लिए शैतान को देता है मसीह की अनुमति के साथ. വിശുദ്ധനായ ഇയ്യോബിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ദൈവം അത് സാത്താനെ അവനെ പരീക്ഷിക്കുവാൻ തക്കവണ്ണം അനുവദിച്ചു. पवित्र आयुब के बारे में बताएगा तो भी वहां पर शैतान को अनुमति दिया है यहोवा परमेश्वर ने. അവനെ അവന്റെ ശരീരം മുഴുവനും രോഗത്താൽ നിറയപ്പെടുന്നതായ ഒരു അനുഭവം ഉണ്ടായെന്ന് നമുക്കറിയാം. आयुब के जीवन में उनका शरीर भूरा ऐसे गुमड़ा ऐसे घाव से भरा हुआ अवस्था हुई है. അതെ, പൗലൂസിന്റെ ജീവിതത്തിലും അത് തന്നെ സംഭവിച്ചു. प्रेरित पौलुस का जिंदगी में भी वही बात आया है. അത് നാമും നിഗളികളായി തീരാതിരിക്കുന്നതിന് വേണ്ടി പലപ്പോഴും സാത്താന്റെ ശൂലം പല രീതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നാം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ കാണുവാൻ കഴിയും. हमारा जिंदगी में भी ऐसे प्रकार की और अहंकारी घमंडी ना हो जाए ये रुकाने के लिए कई प्रकार की शोक क्लेश हमारा जिंदगी में भी आते हैं. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. बाइबल में ये पाया जाता है यीशु मसीह में अच्छे मन के साथ जीना चाहता है तो बहुत सारे कष्ट शोक भोगना पड़ते हैं. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടുകൊണ്ടും മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നവരും. और दुष्ट शक्ति शैतान की तीर शैतान के काम की तरफ कई लोगों को गिराने के लिए रास्ता भी बन जाते हैं. അപ്പം ഈ സാത്താനെ ദൈവം നമ്മുടെ ജീവിതങ്ങളിലെ ഒരു പർപ്പസോട് കൂടി ചിലപ്പോഴൊക്കെ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ അനുവദിക്കാറുണ്ട്. और शैतान को हमारा जीवन में भी कई प्रकार की परीक्षा डालने के लिए हमारा मसीह भी अनुमति दिया देता है. പൗലോസിന്റെ ജീവിതത്തിൽ എത്രയധികം ക്ലേശങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ താൻ കടന്നുപോയി. प्रेरित पौलुस की जिंदगी में अनेक प्रकार की कष्ट दुख पीड़ा वो में से गुजरना पड़ते हैं. പൗലോസ് തന്റെ ഈ കഷ്ടതകൾ, ഈ വേദനകൾ മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ये पीड़ा शरीर में से हटाने के लिए 3 बार मसीह की ओर लगातार प्रार्थना किया था. തെറ്റുപോയോ? അദ്ദേഹത്തിന്റെ നെറ്റ് പോയി എന്നാ തോന്നി. ഇവിടെ തെറ്റുപോയി. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. शैतान ने इसका बीच में कुछ रुकावट डाला देता है. പൗലോസ് തന്റെ ശൂലം മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി കർത്താവിനോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. और उनका पौलुस के विरोध में जो तीर थे वो हटाने के लिए 3 बार मसीह की ओर लगातार प्रार्थना किया प्रेरित पौलुस. അപ്പം കർത്താവ് പൗലോസിനോട് പറഞ്ഞത്
സാധ്യമല്ല, മാറ്റുവാൻ സാധ്യമല്ല എന്ന് 3 പ്രാവശ്യം കർത്താവ് ഉത്തരവും കൊടുത്തു. 3 बार मांगा, 3 बार जवाब दिया। ये तेरी विरोध में जो लड़ते हैं, जो तीर हटाने के लिए हो नहीं सकता है, ये बात दिया है। തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ബലഹീനതകളിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരുന്നു എന്നാണ്. बाइबल हमें ये सिखाता है, हमारा शरीर मन दुर्बल हो जाते हैं, तब मसीह की शक्ति सामर्थ्य हमारे में छाया डालते हैं। അതെ, ദൈവ ഭക്തിയോടുകൂടി ജീവിക്കുന്നതായ ദൈവമക്കളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ കടന്നു വരാറുണ്ട്. भयभक्ति के साथ हम जीते हैं, करते हैं, कई प्रकार की प्रश्न हमारा जीवन में आते ही रहते हैं। അത് എന്നാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ ബലഹീനതകളിൽ, ഈ പ്രതികൂലങ്ങളുടെ മധ്യേ താന് ശൂലത്തിൻ്റെതായ വേദന അനുഭവിക്കുന്ന സന്ദർഭത്തിലും താൻ വളരെ ശക്തനെന്ന് പറയുന്നു. प्रेरित पौलुस उनका जीवन में वो कांटा है जो उनका जीवन में उनको वेदना देते हैं, उसी समय भी और उन्होंने दुर्बलता में नहीं, शक्ति सामर्थ्य में सियोन की सेवकाई कर रहा है. ഇത് ദൈവമക്കളുടേതായ ജീവിതത്തില്, ദൈവവേല ചെയ്യുന്നവരുടെ ജീവിതത്തില് അസാധാരണമായിട്ടുള്ളതായ ഒരു പ്രതിഭാസം അത്രേ. और परमेश्वर की सेवकाई में लवलिन रहते हैं, जिन लोगों का बीच में ये बात पाया जाता है, देखते रहते हैं. അവർക്കറിയാം തങ്ങളുടെ കഷ്ടതയില്, തങ്ങളുടെ പ്രതികൂലത്തിന്റെ മധ്യേ ദൈവത്തിൻ്റെതായ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു. और मसीह के सेवकों को मालूम पड़ते हैं, सेवकाई में ऐसी प्रकार की परीक्षा आता है और परीक्षा में गिर जाते हैं. ഇത് ദൈവമക്കളുടെ ജീവിതത്തിലുള്ളതായ ഒരു വെല്ലുവിളിയാണ്. और ऐसे प्रश्न मसीह के लोगों का बीच में आते रहते हैं. ദൈവമക്കളുടെ ജീവിതത്തില് പിശാച് കൊണ്ടുവരുന്നതായ ഈ ശൂലങ്ങൾ എന്ന് പറയുന്നത് അത് സാത്താൻ ലജ്ജിച്ചു പോകുന്നതിനും ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനും മുഖാന്തരമായി തീരും. और आजकल दिनों में हम देखते हैं मसीह के लोगों का बीच में ऐसे प्रकार की कांटे है, तीर है, ये दुख है, और परीक्षा में विजय पाने के लिए देता हुआ एक वस्तु है. ദൈവദാസന്മാരുടേതായ ജീവിതങ്ങളിലൊക്കെയും ദൈവത്തിന്റെ ശക്തി പ്രതികൂലങ്ങളിൽ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. मसीह के लोगों का बीच में ऐसे प्रकार के प्रश्न दिनम प्रति बढ़ते ही रहते हैं. അതുകൊണ്ട് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അവനെ അഭിമാനിക്കുവാനുള്ളത് എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്റെ ബലഹീനതകളിൽ അത്രേ താൻ അഭിമാനിക്കുന്നത്. जो ऐसे प्रश्न आते हैं उसी अभिनंदन होकर आगे बढ़ते हैं. ബലഹീനതകളിൽ താൻ ശക്തനെന്ന് താൻ പ്രഖ്യാപിക്കുന്നു. शरीर में दुर्बलता आते हैं, लेकिन वो सामर्थ्य है. തന്റെ ജീവിതത്തില് നിരവധിയായിട്ടുള്ളതായ കഠിനമായിട്ടുള്ളതായ അവസ്ഥകളിലൂടെ താൻ കടന്നുപോയി. कई प्रकार की कठिन शोधना, वेदना, दुख से भरते हैं और गुजर पड़ते हैं. നിരവധി പീഡനങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു. कई प्रकार की पीड़ित होते हैं. തന്റെ ശരീരത്തിൽ 195 ചാട്ടവാർ കൊണ്ടുള്ളതായ അടി തനിക്ക് ഏൽക്കേണ്ടി വന്നു. और 195 खोड़े मारा है. യേശുക്രിസ്തുവിന്റെ ശരീരത്തിലും 39 അടി ഏൽക്കേണ്ടി വന്നു. यीशु मसीह के शरीर में भी 39 खोड़ा मारा है. ഒരു വ്യക്തിയെ അടിക്കുമ്പോൾ 40 അടിയിൽ കൂടുതൽ ആയി തീരുവാൻ പാടില്ല. അബദ്ധം വെച്ചാൽ 40 ആയി പോകും എന്നുള്ളത് കൊണ്ട് അത്ര ഒന്ന് കുറച്ച് 39 അടി അടിക്കുന്നത്. एक व्यक्ति की नियम ऐसा है, एक व्यक्ति को कोड़ा मारते हैं, 40 से अधिक ना जाए, शायद 40 से अधिक होता है तो निंदा होता. इसी कारण में एक कम कर 39 कोड़ा मारते हैं. ഇവിടെ ഈ ഭാഗത്ത് നാം കർത്താവ് അവനോട് പറഞ്ഞത് പിന്നെ എന്റെ കൃപ നിനക്ക് മതി എന്ന്. मसीह ने प्रेरित पौलुस को ये बात कहा है, मेरा
अनुग्रह तुम पर बने रहो। കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതായ അവസ്ഥയെക്കുറിച്ച് അത്ര കൃപ എന്ന് പറയുന്നത്. और मसीह हमारा साथ मिलजुल और साथ रहते हैं, दया करके रहता है, ये बात यहाँ पर दर्शाता है। കർത്താവ് പറഞ്ഞു, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. मसीह ने उन्हें यही बात दी, मेरा सामर्थ्य तुम दुर्बलता में होते हैं, तुम पर शक्ति सामर्थ्य हो जाते हैं. അതുകൊണ്ട് ഏറ്റവും കഠിനമായ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴും അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പ്രഖ്യാപിച്ചു, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. मेरा अनुग्रह तेरे लिए बहुत है, क्योंकि मेरी सामर्थ्य निर्बलता में सिद्ध होती है, इसलिए मैं बड़े आनंद से अपनी निर्बलताओं पर घमंड करूंगा. ഞാൻ ക്രിസ്തുവിന് വേണ്ടി കയ്യേറ്റം, ബലഹീനത, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. 10-ാം വാക്യം. इस कारण में मसीह के लिए निर्मलताओं में और निंदाओं में और दरिद्रता में और उपद्रवों में और संकटों में प्रसन्न हूं, क्योंकि जब मैं निर्मलता होता है तभी बलवंत होता हूं. ഒരു ദൈവദാസൻ തന്റെ മകൻ മരിച്ച സന്ദർഭത്തില് അതീവ ദുഃഖത്തോടു കൂടിയും ആയിരുന്നു. मसीह का एक दास उनका पुत्र की मृत्यु के बारे में इतनी मन में उदासी होकर बढ़ रहा था. ആ ദൈവദാസൻ തന്റെ കൈകൾ കൊണ്ട് തന്നെ ആ മകനെ അടക്കം ചെയ്തു. वो परमेश्वर की दास ने अपने हाथों से वो मृतक पाया हुआ बेटा की मृत शरीर दफनाया है. ഈ ദേവദാസൻ ആ അടക്ക ശുശ്രൂഷയ്ക്ക് ശേഷം തന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് കടന്നുപോയി. ये पिताजी ने, परमेश्वर की दास ने, और दफनाने की बाद में अपने घर में आया, प्रार्थना कमरे में आकर बैठा. അടുത്ത ദിവസം ഞായറാഴ്ചക്കുള്ളതായ പ്രസംഗം തയ്യാറാക്കുന്നതിന് വേണ്ടി താൻ ശ്രമിക്കുന്നു. दूसरा दिन में इतवार के दिन सभा आराधनाओं में प्रचार देने का वचन की तैयार कर रहा था. താൻ എത്രമാത്രം ശ്രമിച്ചിട്ടും തനിക്ക് പ്രസംഗം തയ്യാറാക്കുന്നതിന് കഴിയുന്നില്ല. जितना भी मेहनत करते हैं, प्रयत्न करते हैं, उनका वचन ही मिलता है. തന്റെ കണ്ണിലൂടെ കണ്ണുനീർ ധാരധാരിയായിട്ട് ഒഴുകുന്നതായ സന്ദർഭം. उनकी आंख से आंसू और बहती रहती है. തന്റെ മുമ്പിൽ തുറന്നു വെച്ചിരുന്നതായ ബൈബിളിൽ തന്റെ കണ്ണുനീരുകൾ ഒഴുകിക്കൊണ്ടിരുന്നു. खोल कर रखा हुआ धर्मशास्त्र की अंदर उनका आंख से आंसू बह रही है. താൻ പെട്ടെന്ന് ആ ബൈബിളിലേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ടതായ ഒരു വചനം ഇതായിരുന്നു, എന്റെ കൃപ നിനക്ക് മതി. जो आंसुओं में उनका आंखों में दर्शाया और एक शब्द युद्ध, मेरा दया करुणा तेरे लिए काफी है. ഇവിടെ പൗലോസിന്റേതായ ശൂലം എന്ന് പറയുന്നത് അവന്റെ ശത്രുക്കളാണ്. और पौलुस के शरीर में एक कांटा चुभाया था, वो शत्रुओं थे. ദൈവ വേല ചെയ്യുന്നതായ ആളുകളെ സാത്താന് വെറുക്കുന്നു. मसीह की सेवकाई करने वाले लोगों को और शैतान और वैरियों दुश्मन कर लेते हैं. ദൈവവേല ചെയ്യുന്നവരുടെ ജീവിതത്തില് നിരവധി അനർത്ഥങ്ങൾ അത് കടന്നു വരാറുണ്ട്. मसीह का सेवकाई करने वाले परमेश्वर की लोगों को कई प्रकार की कष्ट भोगना पड़ते हैं. ദൈവം എന്തിനു വേണ്ടി ഇങ്ങനെ അനുവദിക്കുന്നു ചോദിക്കുമ്പോൾ ദൈവമക്കൾ വളരെ വിനയമുള്ളവരായി തീരുവാൻ തക്കവണ്ണം അത്രേ. इसी प्रकार की संकट में लोग परमेश्वर की लोगों को गिरा देते हैं. कारण यह है
मसीह में दृढ़ता में लाने के लिए। തങ്ങളെ തന്നെ ദൈവമുമ്പാകെ താഴ്മയോട് സമർപ്പിക്കുന്നതായ വ്യക്തികൾക്ക് മാത്രമേ ദൈവവേല ചെയ്യുവാൻ കഴിയുള്ളൂ. और अपने आप को झुककर हमारा मसीह की वचन की भागी होने वाले को मसीह ने हाथ में लेकर इस्तेमाल करते हैं। നാം നിഗളിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി അത്രയും പലപ്പോഴും ഇങ്ങനെയുള്ളതായ ശോധനകളിലൂടെ കർത്താവ് നമ്മെ നയിക്കുന്നത്. हम घमंडी न हो, अहंकार न आए, इसी कारण में ऐसी प्रकार की दुर्बलता में हम जाते हैं। നമ്മുടെ ബലഹീനതകളിൽ ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരുന്നു. हम दुर्बलता में होते हैं, मसीह की शक्ति सामर्थ्य हमारे में आते हैं। അപ്പൊ ഈ പൗലോസിന്റെ ശൂലം എവിടെ നിന്നാണ് വന്നത് നമുക്ക് നോക്കാം. प्रेरित पौलुस की ऐसी कांड है, कहां से आया है हम देखे। ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. और यहाँ पर दिया है अर्थात शैतान का एक दूत की मुझे गुस्से मारे ताकि मैं भूल ना जा रहे हो। പൗലോസിന് എന്തുകൊണ്ട് ഈ ശൂലം ഏൽക്കേണ്ടി വന്നു, ഇത്രമാത്രം കഷ്ടതയിലൂടെ കടന്നുപോകേണ്ടി വന്നു ചോദിക്കുമ്പോൾ താൻ പ്രാപിച്ചത് അസാധാരണമായിട്ടുള്ളതായ ദൈവികമായിട്ടുള്ളതായ വെളിപ്പാടുകൾ അത്രേ. ये प्रेरित पौलुस के जीवन में खाटा का छुपाया क्यों? असीम सामर्थ, असीम शक्ति पौलुस पर आया है। इसको नाश करने के लिए शैतान ने कार्य काम किया है। അത് നിമിത്തം ഈ പൗലോസ് സാത്താന്റെ ഹിറ്റ് ലിസ്റ്റില് ഇല്ലാതാക്കുവാൻ തയ്യാറാക്കുന്ന ലിസ്റ്റില് അവൻ ഒന്നാമനായി തീർന്നു. और प्रेरित पौलुस पर आए हुई असीम सामर्थ्य शक्ति शैतान ने पहुंचाया। उसको शैतान की एक दृष्टि ये पौलुस की ओर लगाया है। സാത്താന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അവന്റെ മിനിസ്ട്രിയെ തടയുക എന്നുള്ളത്. शैतान का एक ही लक्ष्य यूं है, प्रेरित पौलुस का सेवकाई रुखाने के लिए। അവനെ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുക, അതത്രേ പിശാചിന്റെ ലക്ഷ്യം. ये भूमि में से उसको हटाने के लिए रास्ता खोल दिया है शैतान के काम। അപ്പൊ ഈ ശൂലം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ റോസാപ്പൂക്കളുടെ ചുറ്റും നമ്മൾ കാണുന്നതായ മുള്ളുകളല്ല. ये तीर या कांटे की चुभा रोज की भूल की नहीं, ऐसा नहीं है। നല്ല മൂർച്ചയുള്ളതായ കുന്തം പോലുള്ളതായ ഒന്നത്രേ. और इतनी तेजी तीर की नहीं है। തന്റെ തലയെ തന്റെ ഉടലിൽ നിന്നും വെട്ടിമാറ്റിയതിനു ശേഷം ആ ശൂലത്തിന്റെ മുകളിൽ കുത്തി നിർത്തുക, ഇതായിരുന്നു പിശാചിന്റെ ലക്ഷ്യം. शैतान की उद्देश्य यही थे, उनका शरीर से उनका गला काट कर उनका सिर उठाकर ये तीर से उठाकर जाने के लिए था शैतान की योजना। മറ്റ് ശിഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ളതായ ഒരു സൂപ്പർ അപ്പോസ്റ്റലായിരുന്നു പൗലോസ്. और अन्य सेवकों का उन्हीं में से अलगदाई होकर बहतेरा से वरदान से भरा हुआ व्यक्ति थे प्रेरित पौलुस। അവൻ ഡെമസ്കോസിലേക്ക് ദൈവമക്കളെ പീഡിപ്പിക്കുവാൻ വേണ്ടി കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ ആ മാർഗമധ്യേ എത്രേ ദൈവത്തിന്റെ യേശുവിന്റെ ദർശനം അവന് പ്രാപിക്കുവാൻ കഴിഞ്ഞത്. और प्रेरित पौलुस आने के पहले ईसाइयों को घर लेकर सताने के लिए, बंधुआई करने के लिए उन्होंने प्रयत्न कर यात्रा करते हुए समय है और यहोवा परमेश्वर ने उनको पकड़ाया है। സുവിശേഷവുമായി ജാതികളുടെ അടുക്കലേക്ക് പോകുവാനത്രേ അവനോട് കൽപ്പിച്ചത്. सुसमाचार लेकर अन्य जातियों के बीच में पराया देवी देवताओं को आराधना करने वालों को बीच में जाकर सुसमाचार की घोषणा के लिए शमूल को परमेश्वर ने बुलाया है। എന്തുകൊണ്ടാണ് ഈ ശൂലം പൗലോസിനെ ഏൽക്കേണ്ടി വന്നത് എന്നാണ് നാം ചിന്തിച്ചത്. क्यों कारण से
ये कांटे की चुभाया क्यों कारण से उन्हें में आया है, ये हम विचिंतन कर रहा है. അവനെ വ്യക്തിപരമായിട്ട് വിളിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് അവനെ ഏൽപ്പിച്ചു. प्रत्येक तौर पर सेवकाई के लिए पौलुस को प्रभु ने नियुक्त किया है. ഇനി എന്തിനു വേണ്ടി ഈ ശൂലം അവന് കൊടുത്തു എന്ന് നോക്കാം. इसके दिया ये कांटे की ये तीर क्यों दिया है, हम यहाँ पर देखें. തന്നിലൂടെ ചെയ്തതായ അത്ഭുതങ്ങളും അടയാളങ്ങളും അത് തന്നെ നിഗളിയാക്കുകയും ലോകത്തിലുള്ളതായ വളരെ ഫേമസ് ആയിട്ടുള്ളതായ ഒരു ലീഡറാക്കി മാറ്റുവാൻ തന്നെയും ഇടവരും. इनको इतने अमुक इतने प्रत्येक तौर पर वरदान देते हुए एक महान व्यक्ति बनाने के लिए मसीह ने योजना बनाया है. ഇവിടെ ഈ എന്താണ് ഈ താൻ നിഗളിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി അത്രേ അത് ചെയ്തത്. तो घमंड ना हो, घमंड ना करने के लिए ये तीर दिया है. ഇനിയും എന്താണ് ഈ തോണെന്ന് പറയുന്നത്, പല ശൂലം എന്ന് പറയുന്നത് പല രീതിയിൽ ആളുകൾ അത് ചിത്രീകരിക്കാറുണ്ട്. ये कांटा का चुभाया ये तीर क्यों पौलुस को दिया है, कई लोग कई प्रकार की इसको अर्थ बताते हैं. പൗലോസിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് രോഗമല്ലായിരുന്നു, മറിച്ച് ഈ തന്റെ എനിമീസ്, തന്റെ ശത്രുക്കളിൽ നിന്നുള്ളതായ പിശാചിൽ നിന്നുള്ളതായ ആക്രമണമായിരുന്നു. ये पौलुस की ये तीर है जो बीमार नहीं है, शत्रुओं की वश में से आया हुआ तीर है. തനിക്ക് ഒരു ശത്രു ഉണ്ടായിരുന്നു, ഒരു ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ. उनका एक वैरी थे और पित्तल की काम करने वाला अलेक्जेंडर है. അലക്സാണ്ടർ തന്നെ ആക്രമിക്കുകയും പല രീതിയിൽ തന്നെ നിരുത്സാഹപ്പെടുത്തുന്നതിനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. अलेक्जेंडर ने कई प्रकार पौलुस को मार डालने के लिए, सताने के लिए कई प्रकार की योजना बनाया था. ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. और पित्तल की काम करने वाला अलेक्जेंडर ने बहुत सारे दुख उठाकर इन्हें पौलुस के विरोध में നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് അവനെ സൂക്ഷിക്കുക. और पौलुस के प्रचार के विरोध में काम की ऐसे कारण में उनको चौकसी रखो. നമ്മുടെ ജീവിതത്തിലെ അലക്സാണ്ടർ ആരാണെന്ന് നമ്മൾ കണ്ടെത്തണം. हमारा जिंदगी में सुसमाचार की घोषणा की विरोध में लड़ते हैं, कौन शक्ति है, किसका शक्ति है, अपने आप को जांच लेना आवश्यकता है. ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്നതായ ചില ദേവദാസന്മാരുടെ പള്ളികളില് അലക്സാണ്ടറെ പോലുള്ളതായ ചില ആളുകളെ കാണുവാൻ കഴിയും. और मसीह की आत्मा में इतनी जागृति में सेवकाई करने वाले आपकी चर्च में भी ये पित्तल की काम करने वाला अलेक्सांडर की नाई कोई कुछ शत्रुओं वहां पर रहेगा. ഈ അലക്സാണ്ടർമാരൊക്കെയും സാത്താന്റെ ദൂതന്മാരായിട്ട് ചിലപ്പോഴൊക്കെ ദൈവമക്കൾക്ക് വളരെയധികം വേദനകൾ ഉണ്ടാക്കുന്നുണ്ട്. इसी प्रकार की अलेक्सांडर की नाई कई लोग मसीह का सेवकाई को दुख भरी देते हैं. ശാരീരികമായിട്ട് പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെയധികം ക്ഷീണിതനായിരുന്നു. शारीरिक तौर पर प्रेरित पौलुस के बारे में देखेगा तो बहुत क्षीणित थके हुए व्यक्ति थे. തനിക്ക് വളരെയധികം 195 അടികൾ തന്റെ ശരീരത്തിൽ ഏൽക്കേണ്ടി വന്നതുകൊണ്ട് താൻ എത്രമാത്രം ബലഹീനനായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 195 पीड़ा खोड़ा मारा, इतना आया शरीर इतना दुखी भरी हुई थी. അത് ഭീകരമായിട്ടുള്ളതായ എതിർപ്പത്രേ പൗലോസിന് തന്റെ ശുശ്രൂഷകളിലും ജനവിഭാഗങ്ങളിൽ നിന്നും മറ്റു വ്യക്തികളിൽ നിന്നും നേരിടേണ്ടി വന്നത്. അതിഭയങ്കര ഉപദ്രവ प्रेरित पौलुस ने अपना सेवकाई में സഹജനാ पड़ा है. നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു തന്നെ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് അവൻ 39 അടി തന്റെ ശരീരത്തിൽ ഏൽക്കേണ്ടി വന്നു. यीशु मसीह क्रूसारोहण में लाने के पहले 39 घोड़ा मारा है.
ഇസ്രായേൽ ജനങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ കാലത്തും അവർക്ക് ശൂലമായിരുന്നത്, മുള്ളായിരുന്നത് ഫെലിസ്ത്യന്മാരത്രേ. और इसराइलियों के इतिहास हम देखेगा तो उनका वैरी, उनका शत्रु, उनका कांड जो फिलिस्तीयों थे. അടുത്ത കാലത്ത് നാം കണ്ടതാണ്, ഈ പലസ്തീൻകാരെ കടന്നു വന്നിട്ട് അനേകം ഇസ്രായേലികളെ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് നിഷ്ഠൂരമായിട്ട് അവരെ കൊല ചെയ്യുകയും ചെയ്തു. आजकल दिनों में हम देखता है, पाते हैं, इसराइलियों की वैरी होकर ये फिलिस्तीयों ने बहुत सारे इसराइलियों को सताया, पकड़वाया गया है. ഇന്നും ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു മുള്ളായിട്ട്, ഒരു ശൂലമായിട്ട് ആ ജനവിഭാഗം നിലകൊള്ളുന്നു. आज भी वो फिलिस्तीयों ने इसराइलियों को एक कांटे की चुभाया नहीं रहते हैं. ഇസ്രായേൽ ജനങ്ങളോട് മോവാബ് സമഭൂമിയിൽ വെച്ച് മോശയോട് ദൈവം ഇങ്ങനെ കൽപ്പിച്ചു. इसराइलियों के बारे में मोआब मरुस्थल में यहोवा परमेश्वर ने मूसा की ओर कहने लगा. ദൈവം അവരോട് പറഞ്ഞത്, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ദേശനിവാസികളെ നീക്കിക്കളഞ്ഞില്ല എങ്കിൽ അവർ നിങ്ങളുടെ കണ്ണുകളിൽ മുള്ളുകളും പാർശ്വങ്ങളിൽ കണ്ടകങ്ങളുമായി നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ഉപദ്രവിക്കും. और यहोवा परमेश्वर ने मूसा की ओर ये बात कहने लगा, मोआबियों की ऐसी अन्य जातियों को हटाया नहीं है तो तुम्हारा पीठ पर उन्होंने कांडे और ऐसी प्रकार के प्रश्न के लोग रहेंगे. അതുകൊണ്ട് പൗലോസിന് നേരിടേണ്ടി വന്നതായ ശൂലം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ളതായ പൈശാചികമായിട്ടുള്ളതായ അല്ലെങ്കിൽ ദുരാത്മാക്കളുടേതായ പിശാചിൽ നിന്ന് വരുന്നതായ ദൂതന്മാരുടേതായ എതിർപ്പായിരുന്നു. और ऐसे पौलुस के विरोध में ऐसे प्रकार की शत्रुओं ने घर लेकर ये वैरी होंगी, ये दुष्ट आत्मा के काम किया करता रहते थे. പൈശാചിക സ്വാധീനത്തിലുള്ളതായ വ്യക്തികൾ ദൈവമക്കൾക്കെതിരായിട്ട് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ये शैतान की आत्मा आजकल दिनों में भी पवित्र लोगों के विरोध में लड़ते रहते हैं. ഈ സാത്താന്റെ ദൂതൻ അത് മതപരമായിട്ടുള്ളതായ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ജാതികളായിട്ടുള്ള ആളുകളെ ദൈവമക്കൾക്ക് എതിരായിട്ട് സംഘടിപ്പിച്ച് അവരെ ഉന്മൂലനാശം വകവരുത്തുവാൻ തക്കവണ്ണം ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ये आजकल दिनों में हम देते हैं और शैतान की आत्मा से ग्रस्त है. ये ऐसे लोग ईसाई लोगों को सताने के लिए कई प्रकार की योजना बना रहा है. യഹൂദന്മാരായ മത തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം പൗലോസിനോട് വളരെ ദേഷ്യമാണ് അവർക്കുള്ളത്, വെറുപ്പാണ് ഉണ്ടായത്. यहूदा मदसारियों ने प्रेरित पौलुस के विरोध में लड़ते ही रहते थे. കാരണം യഹൂദ മത മേധാവികളുടേതായ കൂട്ടത്തിലുള്ളതായ ഒരുത്തനായിരുന്നു ഈ പൗലോസ്. यहूदा मदसारियों के बीच में एक व्यक्ति थे, मसीह की काम के विरोध में लड़ते थे, प्रेरित पौलुस. പ്രിയരെ, നാം ഇന്നും ഒരു ദുഷ്ട ലോകത്തിൽ അത്രേ ജീവിക്കുന്നത്. मेरे प्यारो, आजकल दिनों में भी दुष्ट लोगों में हम जीते रहते हैं. പല വിധത്തിലുള്ളതായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. कई प्रकार की वेदना, कष्ट, शोक भोगना पड़ते हैं. അനേകം ദൈവദാസന്മാരെ അത് ശക്തമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ ഈ കാലഘട്ടങ്ങളിലും പിശാച് ഉന്മൂലനാശം വരുത്തുന്നു. मसीह के लिए शूरवीर होकर इतनी तेज सेवकाई में काम में जाते हैं, वो लोगों को गिराने के लिए शैतान ने उनका तीर हमारे ओर देते हैं. നാം നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ദൈവവേലയിലായിരിക്കുന്നതായ കൂട്ടുവേലക്കാരെയും ഓർത്ത് നിരന്തരം പ്രാർത്ഥന അർപ്പിക്കേണ്ടിയിരിക്കുന്നു. हम निरंतर प्रार्थना में लवरिंद है, मसीह में काम करते ही रहे, मसीह की आत्मा हमारे ओर काम करते ही रहेंगे. രോഗം എന്ന് പറയുന്നതും അത് സാത്താന് കൊണ്ടുവരുവാൻ കഴിയും. बीमार की हाल भी शैतान को ला सकते हैं.
അങ്ങനെ രോഗം പലരെയും ബലഹീനരാക്കി തീർക്കുന്നു. बीमार कई लोगों को दुर्बलता में लाते हैं। അങ്ങനെയുള്ളതായ സന്ദർഭങ്ങളിൽ എന്താണ് ഇത് യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ അവൻ നമ്മെ വിടുവിക്കുകയും ചെയ്യും. हम यीशु का नाम पुकारते हैं, शैतान की वश में से छुटकारा देता है। യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ ഏറ്റതായ ആ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. यीशु मसीह ने अपने शरीर में खोड़ा मारा, उसमें से रक्त बहाया, वो रक्त के कारण हमें प्रभु ने बचा लेते हैं। പ്രതികൂലങ്ങളുടെ മധ്യേയും വെല്ലുവിളികളുടെ മധ്യേയും താൻ ക്രിസ്തുവിന്റെ സാക്ഷ്യം പൂർണ്ണമായ തോതിൽ നിറവേറ്റുകയുണ്ടായി. और हमारा गवाही के द्वारा, हमारा वचन के द्वारा शैतान को घर लेते हैं। അതുകൊണ്ട് ദൈവമക്കളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ സാത്താന്റെ ദൂതന്മാരെ കുറിച്ച് നാം ബോധ്യമുള്ളവരായിരിക്കണം. दिन प्रति मसीह के लोगों का विरोध में लड़ते हुए शैतान के काम के बारे में इतनी जागृति में रहे, शैतान को हराने के लिए, मसीह हमारे जीतने के लिए। അതുകൊണ്ട് നാം പലപ്പോഴും ബലഹീനരായി തീരുമ്പോഴും ഓർക്കുക, കർത്താവിന്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ട് നാം ശക്തരാണ്. इसी कारण में हम सोच समझे, हम मसीह में सामर्थ्य है, शक्तिमान है, शैतान को सामर्थ्य को बुझा ले। അതുകൊണ്ട് ഈ പൈശാചികമായ ആക്രമണങ്ങൾ നാം നേരിടേണ്ടി വരുമ്പോൾ നാം നിരാശപ്പെട്ടു പോകരുത്, നാം ധൈര്യപ്പെടുക. കാരണം ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. ये आज चेतावनी देता है, शैतान ऐसी प्रकार के जुल्म, इसी प्रकार के काम किया करते हैं। प्रार्थना में जागते रहो, शैतान के कामों को हरा दे, मसीह की शब्द शक्ति में सामर्थ्य पाए। ദൈവമക്കൾ അസാധാരണ വ്യക്തിത്വമുള്ളതായ മനുഷ്യരത്രേ. और मसीह के लोग असीम सामर्थ्य पाने वाले हैं। ഇതുപോലൊരു ജാതി ലോകത്തിൽ വേറെ എങ്ങുമില്ല. ऐसे प्रकार की एक जाति दुनिया में कोई किसी है नहीं। കഷ്ടങ്ങളിലും ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്നു. कष्ट दुख में भी हमारा मसीह के नाम लेते हुए गाते हैं, नृत्य होता है। ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നാം ശക്തരാകുന്നു. दुर्बलता में हमारा शरीर रहते हैं, हम सामर्थ्य है। ഈ വചനങ്ങൾ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से मसीह में अनुग्रह करे। आमीन।